ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിലാകട്ടെ സോൾ ടൈം ട്രാവൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് സോളിന് എങ്ങനെയാണ് ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നതെന്നാണ് കാണിക്കുന്നത്. സോളും ഉറക്കം തൂങ്ങിയൊക്കെ വണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത് സ്റ്റോപ്പൊക്കെ ആകുന്നു. സോളിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടായിരുന്നു സഞ്ജയും ഇരുന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത്. സഞ്ജയും അവളെ വിളിക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവളുടെ ഉറക്കമൊക്കെ കാണുമ്പോഴത്തേക്കും അവനും ആ ഒരു ബസ്സിലൊക്കെ തുടർന്നും പോകുന്നു. കുറച്ചുകൂടി സ്റ്റോപ്പുകൾ കഴിയുമ്പോഴത്തേക്കും ഓരോരുത്തരായിട്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ്. ഈ ഒരു സമയത്ത് ഇൻഹയുടെ കോളൊക്കെ വരുമ്പോഴാകട്ടെ, നീ അവളെ എണീപ്പിക്കണം. അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും കൂടി ഒരേ സ്റ്റോപ്പിലേക്ക് ഇറങ്ങിയിട്ട് പിന്നീട് ഒന്നിച്ച് വീട്ടിലേക്കൊക്കെ നടന്നു പോകണം. അതാണ് ഏറ്റവും നല്ല കാര്യമെന്നൊക്കെ ഇൻഹ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും, എന്നാൽ ഇൻഹ പറഞ്ഞ പോലെ തന്നെ മുന്നോട്ട് പോകാമെന്നൊക്കെയാണ് സഞ്ജയും വിചാരിക്കുന്നത്. അവനാകട്ടെ വണ്ടി നിർത്തുവാനൊക്കെ ശ്രമിച്ച് എണീക്കുവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അവന്റെ ബാഗിൽ നിന്നും പൗച്ചൊക്കെ താഴേക്ക് പോകുന്നു. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ പെറുക്കിക്കൊണ്ട് അവൻ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു സോളും പെട്ടെന്ന് സ്റ്റോപ്പ് ആയതൊക്കെ കാണുന്നത്. അവളും ചാടി ആ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങുന്നുണ്ടെങ്കിലും സഞ്ജയ്ക്ക് ആ സ്റ്റോപ്പിൽ ഇറങ്ങുവാനായിട്ട് സാധിക്കുന്നില്ല. അവനും സാധനങ്ങളെല്ലാം പെറുക്കിയെടുത്തതിന് ശേഷം ഇറങ്ങുവാനായിട്ട് നോക്കുമ്പോഴാകട്ടെ സോളും വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല. ഡ്രൈവറുടെ അടുത്തും അപ്പോഴത്തന്നെ വണ്ടി നിർത്തുവാനായിട്ട് സഞ്ജയ് പറയുന്നുണ്ടെങ്കിലും അടുത്ത സ്റ്റോപ്പിൽ വണ്ടി നിർത്താമെന്നൊക്കെ പറഞ്ഞ് വണ്ടി മുന്നോട്ട് പോകുകയാണ്. ലാസ്റ്റ് ബസ്സാണ് തനിക്ക് മിസ്സായതെന്നൊക്കെ മനസ്സിലാക്കുന്ന സോളും അവിടുത്തെ ബസ് സ്റ്റോപ്പിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ടാക്സിയും അതുവഴി വരുന്നു. അവളും ഓടി ആ ടാക്സിയുടെ ബാക്കിലൊക്കെ കയറുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ബാക്ക് സീറ്റിന്റെ അടുത്തായിട്ട് ഒരു കയറും പേനാക്കത്തിയും ഒക്കെ കിടക്കുന്നത് കാണുമ്പോഴത്തേക്കും അവൾക്ക് മൊത്തത്തിൽ ഒരു പന്തികേടൊക്കെ തോന്നുകയാണ്. ഞാനിപ്പോൾ കേറുന്നില്ല ചേട്ടാ, അമ്മയും ഇപ്പോൾ തന്നെ എന്നെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ടൊക്കെ വരുമെന്ന് പറഞ്ഞ് അവളും ആ വണ്ടിയിൽ കയറാതെ പോകുന്നുണ്ടെങ്കിൽ പോലും അയാളും അവളെ പിടിച്ചുകൊണ്ടൊക്കെ പോവുകയാണ്. സഞ്ജയും ഇപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നും തന്നെ സോളും ഉണ്ടായിരുന്നില്ല. സോൾ കണ്ണു തുറക്കുമ്പോൾ ആകട്ടെ വണ്ടിയുടെ പിൻസീറ്റിൽ കൈയൊക്കെ കെട്ടിയിട്ട രീതിയിലായിരുന്നു അവളും ഉണ്ടായിരുന്നത്. ഇനി സഞ്ജയും ലാസ്റ്റ് ബസ്സൊക്കെ പോയ സ്ഥിതിക്ക് അവള് വല്ല ടാക്സിയിലും കയറി പോയിട്ടുണ്ടാകുമെന്നൊക്കെ വിചാരിക്കുന്നു. അയാളും ഒരിടത്ത് വണ്ടിയൊക്കെ നിർത്തി കഴിയുമ്പോഴത്തേക്കും സോളും പതിയെ എണീക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന പേനാക്കത്തിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവളും കയ്യിലെ കയറൊക്കെ അഴിക്കുന്നു. പിന്നീട് അവളും ഓടി രക്ഷപ്പെടുവാനായിട്ടൊക്കെ ശ്രമിക്കുന്ന സമയത്ത് അവൾ പോയെന്ന് മനസ്സിലാക്കുന്ന അയാളും വണ്ടിയൊക്കെ എടുത്ത് അവളുടെ പിറകെയൊക്കെ പോവുകയാണ്. സഞ്ജയ് ഇപ്പോഴും ആ ഒരു പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു. അവൻ നോക്കുമ്പോഴാകട്ടെ സോൾ ഓടുകയും സോളിന്റെ പിറകെ ഒരു വണ്ടി വരികയും ചെയ്യുന്നതൊക്കെ അവനും കാണുന്നു. നേരത്തെ അവളും ഒരു വെള്ളത്തിലൊക്കെ വീണിട്ടുണ്ടായിരുന്നല്ലോ. കൃത്യം ആ ഒരു പാലത്തിന്റെ അവിടേക്ക് എത്തുമ്പോഴത്തേക്കും സോൾ എന്ന് വിളിച്ചുകൊണ്ട് അവനും സോളിന്റെ അടുത്തേക്കൊക്കെ വരികയാണ്. അവളും ഓട്ടത്തിന്റെ സ്പീഡൊക്കെ ചെറുതായിട്ടൊന്ന് കുറയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു വണ്ടിയും അവളെ ഇടിച്ച് വെള്ളത്തിലേക്കൊക്കെ ഇടുന്നു. പിന്നീട് അവനെ നോക്കിയിട്ട് അയാളും പോവുകയാണ്. സഞ്ജയം രണ്ടാമതൊന്നും ആലോചിക്കാതെ നേരെ വെള്ളത്തിലേക്കൊക്കെ എടുത്തു ചാടി സോളിനെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സോളിനോട് എണീക്കുവാനൊക്കെ പറഞ്ഞ് അവൻ നിന്ന് കരയുമ്പോഴത്തേക്കും അവിടേക്ക് ആ ഡ്രൈവറും എത്തുന്നു. അയാളാകട്ടെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ആയുധം വെച്ചിട്ട് അവന്റെ തലക്കെട്ടൊക്കെ അടിക്കുന്നുമുണ്ട്. എങ്കിൽ പോലും അവൻ മാക്സിമം അയാളുമായിട്ട് ഫൈറ്റ് ചെയ്തൊക്കെ നിൽക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു അതുവഴി ഒരു പോലീസ് വണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അയാളും രക്ഷപ്പെടുവാനായിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഒരു വിധത്തിൽ അവനും അയാളെ പിടിച്ചൊക്കെ നിർത്തുന്നു. അങ്ങനെ അവനും പോലീസിന് അയാളെ പിടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സോൾ ആശുപത്രിയിലായെന്നൊക്കെ മനസ്സിലാക്കുന്ന സോളിന്റെ വീട്ടുകാരും ആശുപത്രിയിലേക്കൊക്കെ ഓടുന്നു. സഞ്ജയും ഹോസ്പിറ്റലിൽ നിന്ന് കരഞ്ഞുകൊണ്ട് അവന്റെ വാച്ചിൽ പിടിച്ച് ഞെക്കി കഴിയുമ്പോഴത്തേക്കും ആയിരുന്നു യഥാർത്ഥത്തിൽ ആ ഒരു ടൈമൊക്കെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഇനി ടൈം ട്രാവലിന് ശേഷമുള്ള ഇപ്പോഴത്തെ സംഭവങ്ങളൊക്കെ കാണിക്കുകയാണ്. ചേട്ടനും തിരിച്ച് വീട്ടിലൊക്കെ ചാർജർ അന്വേഷിച്ചെത്തി കഴിയുമ്പോഴത്തേക്കും വീട്ടിലൊന്നും തന്നെ സോൾ ഉണ്ടായിരുന്നില്ല. സോളും നേരെ ഓടി എത്തുന്നതും ആ ഒരു ടാക്സിയുടെ ഒക്കെ മുമ്പിലാണ്. ടാക്സിയുടെ കീച്ചേന്റെ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും അവളും ഒന്ന് ഞെട്ടി ടാക്സിക്ക് ഉള്ളിലേക്കൊക്കെ നോക്കുന്നു. അയാളെ കാണുമ്പോഴാകട്ടെ പണ്ട് നടന്ന സംഭവം എല്ലാം തന്നെ അവളും ഓർത്തെടുക്കുകയാണ്. അത് വെറും ഒരു കാർ ആക്സിഡന്റ് ആയിരുന്നില്ല എന്ന സത്യമൊക്കെ അവളും മനസ്സിലാക്കി പിന്നോട്ടേക്ക് ഓടുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാളും അവളെ പിടിച്ചോണ്ടൊക്കെ പോകുന്നു. സഞ്ജയും തിരിച്ച് വീട്ടിലേക്കൊക്കെ ഓടുമ്പോഴാകട്ടെ വഴിയിൽ വെച്ച് സോളിന്റെ കുടയൊക്കെ കിടക്കുന്നതും അവൻ കാണുകയാണ്. പിന്നീട് സോളിന്റെ വീട്ടിലേക്കായിരുന്നു അവനും ഓടിയിട്ടുണ്ടായിരുന്നത്. ചേട്ടനും വാതിലൊക്കെ തുറന്ന് കഴിയുമ്പോഴത്തേക്കും അവനും അകത്തേക്ക് നോക്കിയിട്ട് സോൾ എന്ത് എന്നൊക്കെ ചോദിക്കുന്നു. ഇന്നത്തെ ദിവസം വീട്ടിൽ നിന്നും പുറത്തിറങ്ങുവാനൊന്നും സാധിക്കുകയില്ല എന്നൊക്കെ സോളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോഴാകട്ടെ അവൾ വീട്ടിൽ പോലും ഇല്ല എന്നൊക്കെ ചേട്ടനും പറയുകയാണ്. ഇന്ന് അവൾക്ക് ഏതോ ഒരു ആറ്റിലൊക്കെ പോകേണ്ടതായിട്ട് വരുമെന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചേട്ടൻ പറയുമ്പോഴത്തേക്കുമാണ് ഇതിനു മുമ്പ് സോളിനെ രക്ഷിച്ച സമയത്താകട്ടെ അവളും ആ ഒരു ആറ്റിലേക്കൊക്കെ നോക്കിയതിനു ശേഷം അവൾക്ക് കാർ ആക്സിഡന്റ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിനെ കുറിച്ചൊക്കെ സഞ്ജയ് ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ആക്സിഡന്റിനെ കുറിച്ചൊക്കെ സഞ്ജയും ചോദിക്കുകയാണ്.
പക്ഷെ അവൾക്ക് ഇതുവരെയായിട്ടും കാർ ആക്സിഡന്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി വല്ല സ്വപ്നത്തെക്കുറിച്ചും ആയിരിക്കുമോ അവളും പറഞ്ഞിട്ടുണ്ടാക്കുക എന്നൊക്കെ ചേട്ടനും ചോദിക്കുന്നു. കോമ്പറ്റീഷനൊക്കെ നടക്കുന്ന സമയത്ത് നിനക്കും ഷോൾഡറിന് പരുക്ക് പറ്റിയതായിട്ടൊക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ സോൾ പറഞ്ഞതിനെ കുറിച്ച് ഇപ്പോൾ സഞ്ജയ് ഓർക്കുകയാണ്. സോളിനെയും കൊണ്ട് ഒരിടം വരെ വന്നതിന് ശേഷം അയാളും ആ ഒരു റൂമിന്റെയൊക്കെ അകത്തേക്ക് കയറി പോയി കഴിയുമ്പോഴത്തേക്കും പേടിക്കാനൊന്നുമില്ല. ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ തനിക്ക് ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ തടയുവാനായിട്ട് സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് അവളും ഉള്ളത്. അവളാകട്ടെ നിലത്തുണ്ടായിരുന്ന പേനക്കത്തേക്ക് ഉപയോഗിച്ചുകൊണ്ട് കയറും മുറിക്കുന്നു. സഞ്ജയ് നേരത്തെ അപകടം നടന്ന അതേ സ്ഥലത്തേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. സോളും വെറുതെ ഇറങ്ങി പോകുവാനായിട്ട് തയ്യാറായിരുന്നില്ല. നേരത്തെയും അയാൾ വണ്ടിയിൽ ഫോളോ ചെയ്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവളാകട്ടെ ആ വണ്ടിയുടെ കീയും കൂടി എടുത്തിട്ടാണ് അവിടെ നിന്നും ഓടുന്നത്. അയാളും അവളെ ഉപദ്രവിക്കാനായിട്ട് ഒരു ആയുധമായിട്ട് എത്തുന്ന സമയത്താകട്ടെ അവളും വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് നോക്കുമ്പോൾ കീയും കാണുന്നില്ല. ഇനി സോളും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്നൊക്കെ വിചാരിച്ച് ഓടുന്ന സമയത്ത് അയാളും മറ്റൊരു വണ്ടിയിലേക്ക് അവളെ ഫോളോ ചെയ്ത് വരികയാണ്. നേരത്തെ ആകട്ടെ അവളും മെയിൻ ആയിട്ടുള്ള വഴിയിലൂടെയൊക്കെ ആയിരുന്നല്ലോ പോയിട്ടുണ്ടായിരുന്നത്. ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓരോരോ കാടിന്റെ ഒക്കെ അകത്തോടെയുള്ള വഴിയിലൂടെയാണ് അവളും ഓടുന്നത്. ആ ഒരു സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ സഞ്ജയം എത്തിയിരിക്കുന്നു. സഞ്ജയ് ആകട്ടെ അവളെ കാണുവാനില്ല എന്നും ആ ഒരു പരിസരത്തേക്ക് ഉണ്ടാകുമെന്നും ദയവ് ചെയ്തൊന്ന് അന്വേഷിക്കാമോ എന്നുമൊക്കെ പോലീസിന്റെ അടുത്തും ചോദിക്കുകയാണ്. പക്ഷെ അയാളും അവൾ ഏതെങ്കിലും കരോക്കയോ അല്ലെങ്കിൽ വല്ല കഫേയിലോ പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവനെ പറഞ്ഞയക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അവളും പല കുറുക്കുവഴികളിലൂടെയും ഓടിയതിനു ശേഷം ഇപ്പോൾ പാലത്തിലേക്ക് അടുത്തെത്താറായിട്ടുണ്ട്. ആ ഒരു പാലം കടക്കുകയാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാക്കുകയില്ല എന്നൊക്കെ അവളും മനസ്സിലോർക്കുന്നു. അന്നത്തെ ഡേറ്റ് ഒക്കെ നോക്കുന്ന പോലീസ് ആകട്ടെ ഇന്നത്തെ ദിവസമല്ലായിരുന്നോ ആ ഒരു പെൺകുട്ടിയും തനിക്ക് അപകടം സംഭവിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പോലീസ് പറയുന്നത് സഞ്ജയം കേൾക്കുകയാണ്. സോള് വളരെയധികം സ്പീഡിലൂടെയൊക്കെ ഓടുകയാണ്. ആ വണ്ടിയും സോളിനെ ഫോളോ ചെയ്തൊക്കെ വരുന്നു. അകലെ നിന്നും വന്നിട്ടുണ്ടായിരുന്ന സഞ്ജയും അവൾ ഓടി വരുന്നതൊക്കെ കാണുന്നുമുണ്ട്. കുറെ ദൂരമൊക്കെ എത്തുമ്പോഴത്തേക്കും അവളും തളർന്നു വീഴുകയാണ്. വണ്ടിയൊക്കെ ഇടിക്കുവാനായിട്ട് വരുന്നതിന്റെ അടുത്ത് വരെ എത്തുമ്പോഴത്തേക്കും വിധിയെ തനിക്ക് തടുക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ വിചാരിച്ച് അവളും എല്ലാം തന്നെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറായിക്കെ ഇരിക്കുന്നു. പക്ഷെ അപ്പോഴായിരുന്നു അതുവഴിയെ നമ്മുടെ ടൈസങ്ങിന്റെ അച്ഛൻ വണ്ടിയുമായിട്ട് വരുന്നതും ഈ ഒരു വണ്ടിയുടെ മുമ്പിലായിട്ടൊക്കെ കൊണ്ടുവന്ന് നിർത്തുന്നതും. അതുകൊണ്ട് തന്നെ ആ വണ്ടിക്കാരനും അതായത് ടാക്സി ഡ്രൈവർക്കും ഇവളെ കണ്ടില്ല എന്നൊക്കെ നടിച്ചു പോകേണ്ടതായിട്ടും വരുന്നു. സോളിനോട് ഇപ്പോൾ നിനക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ സഞ്ജു ചോദിക്കുമ്പോഴത്തേക്കും ഞാനും സേഫ് ആയി എന്നൊക്കെ അവളും പറയുകയാണ്. ഈ ഒരു സമയത്തായിരുന്നു വീണ്ടും ടൈം ട്രാവൽ ഒക്കെ സംഭവിക്കുന്നത്. പിന്നീട് അവൾ കണ്ണ് തുറക്കുമ്പോഴത്തേക്കും ഒരു ഷൂട്ടിംഗ് സൈറ്റിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം ഇപ്പോൾ സഞ്ജയുടെ ഒക്കെ ഒപ്പമുള്ളത് ടീനേജിലെ സോളാണ്. അവൾക്കും എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാകുന്നില്ല. കയ്യിലുണ്ടായിരുന്ന കീയൊക്കെ കാണുമ്പോഴത്തേക്കും എന്താണ് കാര്യം, ആരാണ് തന്റെ ചുറ്റുമുള്ളതെന്നൊന്നും മനസ്സിലാകാതെ അവളും സഞ്ജയോട് നീ ആരാണെന്നൊക്കെ ചോദിക്കുന്നു. സോൾ ചുറ്റും നോക്കുമ്പോഴത്തേക്കും എല്ലാവരും തന്നെ ജോസിയൻ കാലഘട്ടത്തിലെ ഡ്രസ്സൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ സോളും താൻ ജോസിയൻ കാലഘട്ടത്തിലേക്ക് ആയിരിക്കും ടൈം ട്രാവൽ ചെയ്തിട്ടുണ്ടാക്കുക എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നു. അവളും പെട്ടെന്ന് തന്നെ നിലവിളിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഷൂട്ടിങ്ങും അവിടെ വെച്ച് നിൽക്കുന്നു. അങ്ങനെ ഇരിക്കെ അവളുടെ അടുത്തേക്ക് ഒരാൾ വരികയാണ്. അയാളും നീ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇങ്ങനത്തെ വേഷമൊക്കെ ചെയ്യുന്നത്, പിന്നെ ഇന്ന് ന്യൂ ഇയർ ആണല്ലോ എന്നൊക്കെ അവൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കുമാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു പേപ്പറിൽ നിന്നും ഇന്ന് 2023 കാര്യമൊക്കെ അവളും മനസ്സിലാക്കുന്നത്. സോളിന്റെ അടുത്തേക്കൊക്കെ ഒരാൾ എത്തിയതിനു ശേഷം സോളിനോട് സംസാരിക്കുകയാണ്. അതായത് സോൾ ആകട്ടെ ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ കമ്പനിയിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് കൂടുതൽ ആൾക്കാരൊക്കെ ആവശ്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കമ്പനിയിലുള്ള എല്ലാവരോടും ഈ ഒരു വേഷമൊക്കെ കെട്ടിയിട്ട് അവിടെ നിൽക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരമായിരുന്നു സോൾ ഇപ്പോൾ ഷൂട്ടിംഗ് ഒക്കെ ചെയ്തത്. സോളം ഇതിനു മുമ്പ് വീൽ ചെയറിലൊക്കെ ആയിരുന്ന സമയത്ത് അവൾക്ക് ഒരു ജോലിയൊക്കെ നൽകാമെന്ന് പറഞ്ഞ് ഒരു കമ്പനിയൊക്കെ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് അവൾ അവിടെ ചെന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്ന ആളാണ് ഇപ്പോഴും അവളുടെ മുമ്പിലുള്ളത്. അയാളുടെ പേരാണ് ചോയ്. അവളുടെ വിധിയൊക്കെ മൊത്തത്തിൽ മാറിയിട്ടുണ്ടെന്നും ഇപ്പോൾ അവൾക്ക് നടക്കുവാനായിട്ട് സാധിക്കുമെന്നും ഒക്കെ അറിയുമ്പോഴത്തേക്കും അവളും ഒരുപാട് സന്തോഷിക്കുന്നു. ഇനി സഞ്ജയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നൊക്കെ അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ സോളും സഞ്ജയനെ കുറിച്ച് സെർച്ചൊക്കെ ചെയ്ത് നോക്കുമ്പോഴാകട്ടെ സഞ്ജയും ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുകയാണ്. ഇതിനു മുമ്പ് അവളും ഒരു ഗിഫ്റ്റ് ഒക്കെ കുഴിച്ചിട്ടതിന് ശേഷം നമുക്ക് കണ്ടുമുട്ടാമെന്നൊക്കെ സഞ്ജയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ദിവസമായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ അവളും ഓടി ആ ബ്രിഡ്ജിന്റെ ഒക്കെ മുകളിലെത്തുന്നു. പക്ഷെ അവിടെ ഒന്നും തന്നെ സഞ്ജയ് ഉണ്ടായിരുന്നില്ല. അവളും ലേറ്റ് ആയതുകൊണ്ട് തന്നെ എന്നാൽ പിന്നെ അത് കുഴിച്ചിട്ട സ്ഥലത്തേക്ക് പോയി നോക്കാമെന്നൊക്കെ വിചാരിച്ച് അവളും ഓടി അതിന്റെ അടുത്തേക്കൊക്കെ ചെല്ലുമ്പോഴാകട്ടെ ആ ഒരു മരം തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിരാശപ്പെട്ട് അവളും ഇപ്പോൾ സഞ്ജയ് താമസിക്കുന്ന ബിൽഡിങ്ങിലേക്ക് താഴെയായിട്ടൊക്കെ വന്ന് നിൽക്കുകയാണ്. അവള് മുകളിലേക്കൊക്കെ സൺഷൈൻ അതിന്റെ അകത്ത് ഉണ്ടാക്കുമെന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും അതുവഴിയെ ഒരു കാറിലൊക്കെ സൺഷൈൻ പോകുന്നു.
അവനും വീടിന്റെ അകത്തേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും ഒരാൾ കുളിക്കുന്നതൊക്കെ അവൻ കാണുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അവനൊരു ലവർ ഉണ്ടെന്നൊക്കെ നമ്മളും വിചാരിച്ചു പോകും. പക്ഷെ അകത്തെത്തി കഴിയുമ്പോഴാണ് അത് ഇൻഹുക്ക് ആയിരുന്നു എന്ന കാര്യമൊക്കെ മനസ്സിലാകുന്നതും. ഇത് പൊതുവായിട്ട് കുളിക്കുമെന്ന് വെച്ചിരിക്കുന്ന സ്ഥലമൊന്നുമല്ല. പിന്നെ നീ എന്തിനാണ് എപ്പോഴും ഇവിടെ വന്ന് രാത്രിയൊക്കെ കുളിക്കുന്നതെന്ന സംശയം ഇൻഹുക്കിനോട് ചോദിക്കുമ്പോഴത്തേക്കും ഇൻഹുക്ക് ആകട്ടെ അവിടെ കിടന്ന് കുളിക്കുമ്പോഴത്തേക്കും രാത്രി കാണുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ, അതെവിടെ പോയി കുളിച്ചാലും കിട്ടുകയില്ല എന്നൊക്കെയാണ് അവനോട് പറയുന്നത്. വേണമെങ്കിൽ വാടക തരുവാൻ പോലും ഞാനും തയ്യാറാണെന്നൊക്കെ ഇൻഹുക്കും അറിയിക്കുന്നു. ഒരാള് സഞ്ജയുടെ വീടിന്റെയൊക്കെ മുമ്പിൽ എത്തിയതിനു ശേഷം ഡോറിലുണ്ടായിരുന്ന പാസ്കോഡൊക്കെ അഴിച്ചു നോക്കുകയാണ്. പലതവണയൊക്കെ അത് ഫെയിൽ ആവുന്ന സമയത്താണ് സഞ്ജയും ഇങ്ങനെ ഒരാൾ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുന്നത്. സഞ്ജയ് വാതിൽ തുറക്കുന്ന അതേ സമയത്ത് തന്നെ സെക്യൂരിറ്റിയും അവിടേക്ക് ഓടിയെത്തുകയാണ്. സെക്യൂരിറ്റിനെ കാണുമ്പോൾ തന്നെ ആ പെണ്ണും ഓടിപ്പോകുന്നു. ഇതിനു മുമ്പ് അതേ ഡ്രസ് ഇട്ട് അവൾ പലതവണ ഈ ഒരു ഡോറൊക്കെ തുറക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ പോലീസിനെയും കൂടി വിളിക്കുകയാണ് സഞ്ജയും. സോൾ പോകുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ആയിരുന്നു അകത്തു നിന്നും ഓടി വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടി സോളിങ്ങിട്ടൊക്കെ തട്ടിയതിനു ശേഷം വീണ്ടും ഓടി പോകുന്നത്. സോളും അവളുടെ കയ്യിൽ നിന്ന് താഴേക്ക് പോയിട്ടുണ്ടായിരുന്ന പ്ലഗ് കാർഡൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും സെക്യൂരിറ്റിയും ഓടി വന്ന് നിന്നെ പിടിച്ചേന്നൊക്കെ പറഞ്ഞ് സോളിനെ പോയി പിടിക്കുകയാണ്. കയ്യിലുണ്ടായിരുന്ന ആ ഒരു പ്ലഗ് കാർഡൊക്കെ നോക്കിയിട്ട് സഞ്ജയ് ഇപ്പോഴും ജീവനോടെ ഉള്ളതിൽ സന്തോഷമുണ്ടെന്നൊക്കെ അവൾ മനസ്സിൽ വിചാരിക്കുകയും അവിടെ ഇരുന്ന് കരയുകയൊക്കെ ചെയ്യുന്നു. പോലീസും അവളോട് പലതവണ അവളുടെ പേരെന്താണെന്നൊക്കെ ചോദിക്കുന്നുമുണ്ട്. അവളും അവളുടെ പേരൊക്കെ പറഞ്ഞ് അവളുടെ ഐഡി കാർഡും പോലീസിന് നൽകുന്നു. അവളോട് എന്താണ് ജോലി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഞാനും ഒരു കമ്പനിയിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് ഏറ്റവും രസമുള്ള കാര്യം. ഞാനൊന്ന് കണ്ണു തുറന്ന് കഴിഞ്ഞപ്പോഴാകട്ടെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതും ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയിലൊക്കെ ആയി. ഒരു ഡയറക്ടർ ആകുക എന്നതായിരുന്നു എന്റെ ഏറ്റവും വലിയ സ്വപ്നം. ഇപ്പോൾ അതൊക്കെ യാഥാർത്ഥ്യമാകുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും ഒരു ചെറിയ തീരുമാനമൊക്കെ എടുത്ത സമയത്താകട്ടെ അതിന്റെ ലൈഫ് തന്നെ മാറ്റിമറിച്ചു. ഇനി എനിക്ക് ഏത് സ്വപ്നം വേണമെങ്കിലും കാണാം. അതെല്ലാം തന്നെ യാഥാർത്ഥ്യമാക്കുവാൻ എനിക്ക് സാധിക്കും. നമ്മൾ നല്ല മനസ്സുറപ്പോടു കൂടി തന്നെ ഏതൊരു കാര്യത്തിനെ നേരിടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വിധി തന്നെ മാറ്റുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ സോൾ പറയുമ്പോഴത്തേക്കും നിന്റെയും വിധിയൊക്കെ മാറുവാനായിട്ട് പോവുകയാണ്. നീ ഉടനെ തന്നെ ജയിലിൽ പോകുമെന്നൊക്കെ പോലീസ് മോളെ അറിയിക്കുന്നു. സഞ്ജയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറുവാനായിട്ടൊക്കെ നീ നോക്കിയില്ലേ? സഞ്ജയ് ഒന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ നീ ഇപ്പോൾ ജയിലിൽ കിടക്കുമെന്നൊക്കെ പോലീസ് പറയുമ്പോഴാകട്ടെ ഞാനാകട്ടെ അവരുടെ ബിൽഡിങ്ങിന്റെ എൻട്രൻസ് വരെ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അകത്ത് കയറി ഡോറിന്റെ പാസ്കോഡൊക്കെ ഞെക്കിയിട്ടുണ്ടായിരുന്നതൊന്നും തന്നെ ഞാനല്ല. അതാരാണെങ്കിലും നമുക്ക് അവരെ കണ്ടുപിടിച്ചേ മതിയാകൂ. അവൾ എന്തൊരു ദുഷ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോളും ഇരിക്കുന്നു. സഞ്ജയും അവന്റെ പേരിൽ മറ്റൊരു ആർട്ടിക്കിളും ഇറങ്ങാതെ ഇരിക്കുവാനായിട്ട് ഈ ഒരു കേസൊക്കെ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മറ്റൊരു പോലീസ് ഈ ഒരു പോലീസിനെ അറിയിക്കുമ്പോഴത്തേക്കും ആകട്ടെ അവളെ വെറുതെ വിടുവാൻ പോകുന്ന കാര്യമൊക്കെ അവരും വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവളെയും അറിയിക്കുന്നു. അതെന്തൊരു പരിപാടിയാണ് കാണിക്കുന്നത്? അതൊരു സ്റ്റോക്കറാണ്. ആളെ വെറുതെ വിട്ടാൽ എങ്ങനെയാണ് ശരിയാവുക? എത്രയും വേഗം അയാളെ പിടിച്ച് ജയിലാക്കുക തന്നെ ചെയ്യണം. അവനോട് കേസൊക്കെ കൊടുക്കാനായിട്ട് പറയുന്ന പറഞ്ഞ് സോളും ആകെ വയലന്റ് ആകുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നും സഞ്ജയുടെ മാനേജർ ഇറങ്ങി വരുമ്പോഴത്തേക്കും ആയിരുന്നു വളരെയധികം കഷ്ടപ്പെട്ട് സോളിനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കിക്കൊണ്ടുവരുന്ന കാഴ്ചയൊക്കെ അവനും കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ മാനേജറും ഇപ്പോൾ ഓർക്കുന്നു. സഞ്ജയോട് ഒരു സിനിമയിലൊക്കെ അഭിനയിക്കുവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അവനാകട്ടെ ആ സിനിമയിൽ അഭിനയിക്കുവാൻ താല്പര്യമില്ല എന്നൊക്കെ അറിയിച്ചിട്ടുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻഹുക്കും ഇപ്പോൾ ഡയറക്ടർ പറഞ്ഞതനുസരിച്ച് അവനെക്കൊണ്ട് സമ്മതിപ്പിക്കുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. നീ എന്തിനാണ് ആ സിനിമയൊക്കെ വേണ്ടെന്ന് വെച്ചതെന്നൊക്കെ സഞ്ജയുടെ അടുത്ത് അവൻ ചോദിക്കുമ്പോഴാകട്ടെ ഈ സ്ക്രിപ്റ്റ് നീ ഒന്ന് വായിച്ചു നോക്ക്. ഇത് വായിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഞാൻ റിജക്ട് ചെയ്തതെന്ന കാര്യമൊക്കെ നിനക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞ് ആ ഒരു സ്ക്രിപ്റ്റും ഇൻഹുക്കിനെ ഏൽപ്പിക്കുന്നത്. ഹീറോ എന്നാണ് സിനിമയുടെ പേര്. ഒരു മത്സ്യകന്യക ആകട്ടെ നോർത്ത് കൊറിയൻ മിലിറ്ററി ഓഫീസറിനെയൊക്കെ കണ്ടുമുട്ടുന്നു. അങ്ങനെ ഇരിക്കെ അവിടെ ഒരു സോംബി വൈറസ് ഒക്കെ പിടിപെടും. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് കുറെ അധികം സോംബികളെ കൊല്ലും. അപ്പോഴാണ് ഹീറോ സാധാരണ ഒരു വ്യക്തിയല്ല മറിച്ചൊരു ഏലിയൻ ആണെന്നുള്ള സത്യമൊക്കെ മനസ്സിലാക്കുന്നത്. അതാണ് ഈ ഒരു ഫിലിമിന്റെ കഥയെന്നൊക്കെ സഞ്ജയ് പറഞ്ഞു കൊടുക്കുന്നു. മാനേജറും അവരുടെ അടുത്തേക്ക് എത്തിയതിനു ശേഷം ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ഒക്കെ എനിക്ക് നൽകിയ പെൺകുട്ടീനെയാണ് ഇപ്പോൾ പോലീസ് പിടിച്ചു വെച്ചിട്ടുള്ളത്. അതായത് ഒരു പക്ഷെ നീ ഈ സിനിമയിൽ അഭിനയിക്കുവാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കുമോ അവളും വീട്ടിലൊക്കെ കയറുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാക്കുക എന്നൊക്കെയാണ് അവനും ചോദിക്കുന്നത്. എന്തായാലും അവളുടെ അടുത്ത് നിന്നും അകലം പാലിക്കുന്നതായിരിക്കും നിനക്ക് നല്ലതെന്ന കാര്യം കൂടി മാനേജറും അറിയിക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.